ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള സംശയ ദൂരീകരണത്തിനുമൊക്കെയായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഇന്നത്തെ കത്തിലേക്ക് ഏറെ ബഹുമാനമുള്ള ഡെന്നിസ് ജോയ് സർ, ഞാൻ ചിങ്ങവനം എന്ന സ്ഥലത്തു നിന്നും എഴുതുന്നു. ഇവിടെ 20 സെൻറ്റ് സ്ഥലത്ത് കുടുംബ വീടിനോട് ചേർന്ന് ഞാനൊരു വീട് പണിതു. പക്ഷേ പണിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ എൻ്റെ സഹോദരൻ ആ വീട്ടിൽ തൂങ്ങി മരിക്കുവാൻ ഇടയായി. ഇപ്പോൾ വീടിൻ്റെ പണി ഏകദേശം തീരാറായി. ഒരു ജോത്സ്യൻ്റെ അടുത്ത് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ സ്ഥലത്തിന് ദോഷമുണ്ട് എന്ന് പറയുന്നു. എൻ്റെ വീടിൻ്റെ പ്ലാനും ജാതകവും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വീടിൻ്റെ കിഴക്കോടൊക്കെ ഭാഗത്തായിട്ട് ഒരു സ്റ്റെയർ കേസ് നേരെ പടിഞ്ഞാറ് കയറത്തക്കൊണ്ടും കാണുന്നുണ്ട്. കാരണം വീടിന് വെളിയിലാണ്, വീടിന് പുറത്താണ്, വീടിനകത്തല്ല. പക്ഷേ കിഴക്കോടൊക്കെ ഭാഗത്തായിട്ട് നമ്മൾ വീടിന് പടിഞ്ഞാറോട്ട് ദർശനമായിട്ട് നമ്മൾ കയറത്തക്കോണം നമ്മളൊരു സ്റ്റെയർ കേസ് സാധാരണ പ്ലാൻ ചെയ്യാറില്ല. കാരണം വെച്ചാൽ മെയിൻ വാതിൽ തുറന്നാൽ നേരെ ചവിട്ടി കയറുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസും വീടിൻ്റെ കിഴക്കോടൊക്കെ ഭാഗത്ത് പടിഞ്ഞാറോട്ട് കയറത്തക്കൊണ്ടുള്ള സ്റ്റെയർ കേസ് നമ്മൾ സാധാരണ വാസ്തുവിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. അപ്പം ഈ രണ്ട് സ്റ്റെയർ കേസ്, ഈ ഒരു സ്റ്റെയർ കേസ് ഇവിടുന്ന് ഇവർ പൂർണ്ണമായിട്ട് ഒഴിവ് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നിട്ട് വടക്ക് പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് കയറത്തക്കൊണ്ട് ഒരു സ്റ്റെയർ കേസ് ഒരു പ്ലാൻ ചെയ്താലും കുഴപ്പമില്ല. ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടിന് ഒരു മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇത് വളരെ വലിയൊരു പ്ലോട്ടായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ മതിൽ കെട്ടി ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ഒരു വീടെടുക്കുമ്പോൾ നമുക്കതിനെ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്തെങ്കിൽ വെളിയിൽ നിന്നുള്ള നെഗറ്റീവ് ഊർജ്ജം വീടിനകത്തേക്ക് കടന്നു വരാതിരിക്കുന്നതിൻ്റെ തടസ്സമായിട്ട് നിൽക്കുകയുള്ളൂ. അതല്ല, വാസ്തുവിൻ്റെ ബലം കൂടുന്നതിന് നമ്മൾ മതിൽ കെട്ടി സെപ്പറേറ്റ് തന്നെ ചെയ്യണം. അപ്പം ഈ ഒരു വീട് കൃത്യമായിട്ടുള്ള അളവിൽ ഈസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും മാക്സിമം സ്പേസ് കിട്ടത്തക്കവണ്ണം ഇവർ ഒരു ബേസിക് ഫൗണ്ടേഷനോ അല്ലെങ്കിൽ മതിലോ കെട്ടി ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. അത് ഒരു വാസ്തുവിൻ്റെ കണക്ക് ആരെങ്കിലും കാണിച്ച ശേഷം വാസ്തുവിൻ്റെ കണക്കനുസരിച്ച് തന്നെ ചെയ്യുക. അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വഴിമുട്ട് വരുന്നുണ്ട്. കാരണം തെക്ക് കിഴക്ക് ഭാഗത്ത് വഴിമുട്ട് നമുക്ക് ദോഷമാണ്. കാരണം വെച്ചാൽ ഇത് എൽ ഷേപ്പിലാണ് ആ റോഡ് വരുന്നത്. കറക്റ്റ് വഴി ഇവിടെ കോമ്പൗണ്ടിൽ തന്നെയാണ് വരിക. പക്ഷേ വീടിൻ്റെ മെയിൻ ഡോറിലോട്ടൊന്നും ആ വഴിമുട്ട് വന്നിട്ടില്ല. പക്ഷേ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് ആ വഴിമുട്ടിൻ്റെ ദോഷങ്ങൾ വരുന്നുണ്ട്. അപ്പം മതിൽ കെട്ടുന്ന സമയത്ത് മതിലെല്ലാം കെട്ടി ഇവർ താമസമാവുന്ന സമയത്ത് കോൺവെക്സിൻ്റെ മിറർ അല്ലെങ്കിൽ പക്വ മിറർ ഉപയോഗിച്ചിട്ട് ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കളയുക. അതുപോലെ അത്യാവശ്യമായിട്ട് ഒരു മതിൽ കെട്ടിത്തിരിക്കണം. അതുപോലെ ഇതിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ നിന്ന് കിഴക്കുടക്ക് മൂല വരെയുള്ള നീളം എടുത്താൽ അതിനെ നേർ പകുതിയാക്കി അതിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തേക്ക് ഇവർക്ക് ഗേറ്റ് സ്ഥാപിക്കാൻ പറ്റും. അതുപോലെ വസ്തു എടുക്കുന്ന സമയത്തും ഇതൊരു ടി ഷേപ്പിലുള്ള വസ്തുവായിട്ടാണ് കാണുന്നത്. കാരണം ഇതിനകത്ത് ധാരാളം അനർത്ഥങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഒരു ഭൂമിയാണ് ടി ഷേപ്പിലുള്ള ഭൂമിയിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പം. അപ്പം ഇനി ഇവർ മതിൽ കെട്ടുമ്പം ഈ ടി ഷേപ്പ് മാറ്റി ഇതിനെ ഒരു ചതുരമോ സമേതനമാക്കി തിരിച്ച ശേഷം ഇതിനകത്ത് താമസം തുടങ്ങുക. വസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് ഇവരെ ഏതെങ്കിലും ഒരു കർമ്മിയെ വിളിച്ചിട്ട് മാറ്റിക്കളയണം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ജാതകം എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ശനിയിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുന്ന സമയമാണ്. അപ്പം അതിന് വേണ്ടുന്ന വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, ശനിപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നല്ല പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ സമയമോശങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ശരിക്കും ഇത് പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് പണ്ട് ദുർമരണം നടന്ന ആൾക്കാരെ അടക്കിയിരിക്കുന്ന ഭൂമിയായിട്ടാണ് കാണുന്നത്. അപ്പം ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ടുവന്ന് ഇതിനകത്തുള്ള അറിവുല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം. അതുപോലെ വീടുമായിട്ടും സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും വിഷയങ്ങൾ ഇതിനകത്ത് കാണുന്നുണ്ട്. ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്താൽ നിലവിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ വഴിമുട്ടിൻ്റെ വിഷയമുണ്ട്, അത് കോൺവെക്സ് മിറർ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ച് കളയുക. ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് വാസ്തുമായിട്ട് ബന്ധപ്പെട്ട് ദോഷമായിട്ട് കാണുന്നുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ എപ്പോൾ ചെയ്യുന്നു അന്നേരം തൊട്ട് ഇതിനകത്തൊരു ശാന്തത ഇവർക്ക് വരും. സപ്പോസ് ഇപ്പോൾ രണ്ട് വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് നിലനിൽക്കുകയാണ്, അതുകൊണ്ട് തന്നെ കോൺകേവ് വെച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എന്താണ് റെമഡി ചെയ്യാൻ പറ്റും? ഓപ്പോസിറ്റ് ഒരു വീട്ടുകാരിങ്ങനെ ചെയ്തു എന്നിരുന്നാൽ ഓപ്പോസിറ്റുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം അല്ല. ചിലർ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും അതിർത്തി തർക്കമോ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇതേ ഈ കോൺവെക്സിൻ്റെ മിററിൻ്റെ ഒരു കാര്യം വെച്ചാൽ ഇത് നമുക്ക് റിഫ്ലക്ഷൻ കറക്റ്റായിട്ട് പോകും. അതേസമയം കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കോൺകേവ് മിറർ ഒന്ന് അയൽക്കാർക്ക് ദോഷമുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആരെങ്കിലും ഉപദ്രവമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ ഒരു മിറർ വെച്ചാൽ തിരിച്ച് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു പൊക്കോളും. ഒരു കാരണവശാലും കോൺകേവ് മിറർ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ചില വാസ്തുവിൻ്റെ പക്വ മിറർ എന്ന് പറഞ്ഞിട്ടൊരു എലമെൻ്റൊക്കെ കിട്ടും. പക്ഷേ അത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കാം. അതുപോലെ കോൺവെക്സിൻ്റെ മിറർ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു കാരണവശാലും കോൺകേവിൻ്റെ മിറർ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അത് മറ്റുള്ള ആൾക്കാർക്ക് ദോഷം ചെയ്യുന്നതായതുകൊണ്ടാണ്. അതുപോലെ ചില കോർണറുകൾ മിസ്സിങ് വരുന്ന ഭാഗങ്ങളുണ്ട്.
അവിടെയും നമ്മൾ ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ കോൺവെക്സിൻ്റെയോ കോൺവെക്കേവിൻ്റെയോ ഒന്നും അല്ല, നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടി വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ റിഫ്ലക്ഷൻ നമ്മൾ ചെയ്ത് കിടുക. അതൊരു ചില മുറികളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇടുക്കുള്ള മുറികളുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ ഒരു എനർജി സർക്കുലേഷനൊക്കെ കൂട്ടാനായിട്ട് നമുക്ക് ചിലപ്പോൾ അവിടെ പ്ലാന്റുകൾ കൊടുക്കും, ചിലപ്പോൾ അവിടെ ഗ്ലാസ്സുകൾ കൊടുക്കും. പക്ഷേ നമ്മൾ ഈ മിറർ നമ്മൾ കൊടുക്കുമ്പം തൊട്ടടുത്ത് അത് വേറെ എന്തെങ്കിലും ദോഷമായിട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സാധാരണ നമ്മൾ സ്ഥാപിക്കാറില്ല. പക്ഷേ കോൺവെക്സ് മിറർ നമ്മൾ വെക്കുമ്പം ഏതെങ്കിലും ഒരു വാസ്തു ചെയ്യുന്ന ആളെ വിളിച്ച് അത് വെക്കുന്നതുകൊണ്ട് ദോഷമില്ല അല്ലെങ്കിൽ മറ്റാർക്കും ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്ററായിട്ട് കാണുന്നത്. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്കും സംശയ ദൂരീകരണങ്ങൾക്കുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ വിടവാങ്ങുകയാണ്. മറ്റൊരു പുതിയ യാത്രയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ, ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം. ഗുരുവരുളാകുന്ന ദേവാമൃതം.